വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹായ് ഗൈസ്. അപ്പൊ എന്റെ സിസ്റ്റർ എൻഗേജ്മെന്റ് ആണ്. ഇതൊക്കെ സിസ്റ്റേഴ്സിന്റെ ഫ്രണ്ട്സ് ആണ്. പിന്നെ എന്റെ 2 കസിൻസും ഉണ്ട്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? വളരെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ റെൻ്റൽ ഓർണമെൻറ്റ്സ് എടുക്കാൻ പോവാണ്. ചേച്ചിയുടെ എൻഗേജ്മെൻ്റ് ആണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ വന്നിട്ട് റെൻ്റൽ ഓർണമെൻറ്റ്സ് എടുക്കുന്നത്. ഗോൾഡൻ കപ്പ് എന്ന് പറയുന്ന ഒരു ഷോറൂമിൽ വന്നിട്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി വന്ന് ഓർണമെൻറ്റ്സ് ഒക്കെ നോക്കിപ്പോയതാണ്. ഇപ്പം ഞാൻ ഓർണമെൻറ്റ്സ് വാങ്ങാൻ വേണ്ടി മാത്രം വന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്ന ഓർണമെൻറ്റ്സ് നോക്കിയിട്ട് നമുക്ക് പ്രോഗ്രാമിൻ്റെ ഒരു 2 days മുന്നെയാണ് നമുക്ക് കിട്ടുക. പിന്നെ അത് കഴിഞ്ഞ് ഒരു 2 daysന് ശേഷം നമ്മളിത് വന്ന് റിട്ടേൺ ചെയ്യണം. അപ്പോൾ ഇവിടെ മാല, ചുട്ടി, അങ്ങനെ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട്. ഇനി നമുക്ക് ഡയമണ്ട് സെക്ഷനിലാണ് വേണ്ടതെങ്കിൽ അതിലും പലതരം ചോക്കറുകൾ, ബാംഗിൾസ്, പിന്നെ അതേപോലെ തന്നെ നെക്ലേസുകൾ എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ എൻ്റെ ക്യാമറ അടിച്ച് പോയിട്ടുണ്ട്. സംഭവം പഴയ ക്ലാരിറ്റി കിട്ടുന്നില്ല. നമുക്ക് പേൾ ഓർണമെൻറ്റ്സ് ഉണ്ട്, അതും നമുക്കിവിടെ കിട്ടും. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ദിവസം മുഖത്ത് ഫേസ് പാക്ക് ഇട്ടതായിരുന്നു, കൊറിയൻ ഫേസ് പാക്ക്. അപ്പോൾ അത് ഫോണിൻ്റെ ക്യാമറയിൽ വീണിട്ട് ഇപ്പോൾ ക്യാമറയ്ക്ക് ഒട്ടും ക്ലാരിറ്റി ഇല്ല. തൽക്കാലം നിങ്ങൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി വന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ തായ് വുമൻസ് മാളിൽ കയറി. അവിടുന്ന് വാങ്ങിയത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഫേക്ക് നെയിൽസ് വാങ്ങി. പിന്നെ നമ്മൾ വാങ്ങിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗമ്മ്, ഫേക്ക് നെയിൽസ് ഒട്ടിക്കാനുള്ള ഗമ്മ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഗമ്മ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഓൾറെഡി ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, പിന്നെ ഞാൻ അറിഞ്ഞത്. പിന്നെ നമ്മൾ ഡോക്ടർ റഷീലിൻ്റെ വെറ്റ് വൈപ്സ് വാങ്ങി. ഇതിന് ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ 2 ഒന്നെടുത്ത് 1 ഫ്രീ. ഞാൻ സ്ട്രോബെറി ഫ്ലേവർ എടുത്തു. ഫ്രീ ആയിട്ട് നമുക്ക് ഇവിടെ ഓറഞ്ച് ഫ്ലേവറിൻ്റെ വെറ്റ് വൈപ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ചാർക്കോളിൻ്റെ, നമ്മൾ ഈ നോസ് സ്ട്രിപ്പില്ലേ, ബ്ലാക്ക് ഹെഡ്സൊക്കെ കളയുന്ന ആ സാധനം വാങ്ങി. പക്ഷെ അതെനിക്ക് വൻ പരാജയം എന്ന് പറഞ്ഞാൽ വൻ പരാജയമായിരുന്നു. എൻ്റെ പൈസ വെറുതെ പോയി കിട്ടി ഗൈസ്. അതും കൂടി എന്തായാലും ഇതിൽ കാണിച്ച് തരാം. ഇത് മൂക്കിലൊക്കെ ആകെ ഒട്ടിപ്പിടിച്ച വൃത്തികേടായി. ഇനി എനിക്ക് ഉപയോഗിക്കാൻ അറിയാനിട്ടാണോ എന്നറിയില്ല. അപ്പോൾ ഇത്രയാകുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇത്രയും വാങ്ങിയിരുന്നു. ഇത്രയല്ല, ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങി. അപ്പോൾ അതല്ലാണ്ട് കുറച്ച് സാധനങ്ങൾ മറന്നുപോയി, അതാണ് ഞാൻ വാങ്ങിയത്. പക്ഷേ ഈ പറഞ്ഞ നമ്മുടെ നോസ് സ്ട്രിപ്പ് ഭയങ്കര പരാജയമായിരുന്നു. നോസ് സ്ട്രിപ്പിൽ അവർ എഴുതിയിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ മൂക്ക് വെറ്റാക്കിയിട്ട് നോസ് സ്ട്രിപ്പ് ഒട്ടിക്കുക, അത് കഴിഞ്ഞിട്ട് അത് പിന്നെയും വെറ്റാക്കുക, കുറച്ച് നേരം ഡ്രൈ ആക്കാൻ വെക്കുക എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ഇത് ചെയ്തപ്പോൾ എൻ്റെ മൂക്ക് മൊത്തം എന്താ പറയുക, കരി വരണ്ടു. ചാർക്കോൾ ഫ്ലേവർ ആയതുകൊണ്ട് ഫുൾ കരി വരണ്ടുന്നുണ്ട്. പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. അവിടെ മൊത്തം എന്താ പറയുക ബ്ലാക്ക് കളറ്. പിന്നെ ഒരച്ചൊരച്ച ഞാൻ കഴുകിയത്. ഇനിയിപ്പോൾ അതിൽ വെള്ളമാക്കാൻ പാടില്ല, പക്ഷെ അവിടെ ഇൻസ്ട്രക്ഷൻസിൽ വെള്ളമാക്കണം എന്നൊക്കെ എഴുതിയത്. അപ്പം ഇനി ഒരു സാധനം കൂടി ഞാൻ കാണിച്ചു തരാം. എൻ്റെ ചെരുപ്പ്. ഞാൻ ആദ്യമായിട്ടൊരു ഫംഗ്ഷന് വേണ്ടി ചെരുപ്പ് വാങ്ങും. പൊതുവെ എൻ്റെ കാലിനൊത്ത് ചെരുപ്പ് കിട്ടാറില്ല. അപ്പം ഇതെങ്ങനെയുണ്ട് നോക്കിയിട്ട് പറയുക. അതിനുശേഷം നമ്മൾ മെഹന്തി ഇടലും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ. ചേച്ചീൻ്റെ മെഹന്തി ഇതാ ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ പിന്നെ ബാക്ക് സൈഡിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ബ്യൂട്ടി പാർലറിലാണ് വന്നിട്ടുള്ള ഫേഷ്യൽ ചെയ്യാനും പിന്നെ അവൾക്ക് ഹെന്ന ചെയ്യാനൊക്കെ. അപ്പോൾ നമുക്ക് ഹണി ഫേഷ്യലാട്ടോ ചെയ്ത്, ഓയിലി സ്കിന്നും കൂടി ആയതുകൊണ്ട്. അപ്പോൾ ആദ്യം നമ്മുടെ ഫേസിൽ ഇങ്ങനെ ബ്ലീച്ച് ചെയ്തു, പിന്നെ അതേപോലെ ഫേഷ്യലൊക്കെ ചെയ്ത് ഈ ഒരു മെഷീനൊക്കെ വെച്ചിട്ട് എന്തൊക്കെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് എന്തായാലും ഫേഷ്യൽ ചെയ്യുന്നു. എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ഒട്ടും സഹിക്കാൻ പറ്റാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ അങ്ങനെ പറിച്ചെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഫേസ് നല്ല ക്ലിയർ ആയി. ഹേ ഗായ്സ്, അപ്പോൾ ഇന്നാണ് നമ്മുടെ ചേച്ചീൻ്റെ എൻഗേജ്മെൻറ്റ്. അപ്പോൾ അവിടെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, ബ്യൂട്ടീഷ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, എൻ്റെ റെഡിയാവൽ കഴിഞ്ഞിട്ടില്ല, ഞാൻ ജസ്റ്റ് കുറച്ച് റെഡി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓഡിറ്റോറിയം. ഇവിടെ ആരും എത്തിയിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, പോയി റെഡി ആവട്ടെ. എൻ്റെ ഔട്ട്ഫിറ്റ് ഒരു ഗൗണാണ് വരുന്നത്. പിന്നെ എൻ്റെ ബാക്ക് ക്യാം അടിച്ചു പോയി ഗൈസ്. അപ്പോൾ ബാക്ക് ക്യാമിൽ വീഡിയോസൊന്നും ശരിയാവുന്നില്ല, ക്ലാരിറ്റി ഇല്ല. പക്ഷേ എല്ലാവരോടും ഞാൻ പറഞ്ഞ വേറൊരു ഔട്ട്ഫിറ്റ് ഇടുന്നതായിരുന്നു. ഈ ഔട്ട്ഫിറ്റ് ഇടുന്നതെന്നുള്ള കാര്യം വളരെ കുറച്ച് ആൾക്കാർക്ക് അറിയുന്നുണ്ടായിരുന്നു. എല്ലാവരും ഞാൻ സർപ്രൈസ് ചെയ്യാൻ വിചാരിച്ചു, പക്ഷേ എനിക്ക് അതിലും വലിയൊരു സർപ്രൈസ് കിട്ടി. അപ്പോൾ ഇതാ ചേച്ചീനെ അവിടെ ബ്യൂട്ടീഷ്യൻ ചെയ്യാൻ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ബൈ ദ ബൈ എനിക്ക് കിട്ടിയ സർപ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
എൻ്റെ ഈ ഡ്രസ്സ് ഉണ്ടല്ലോ ഇപ്പം ഞാൻ കാണിച്ചാക്കാവുന്നു, അതും ഇട്ടിട്ട് ഞാൻ നെയിൽ എക്സ്റ്റൻഷൻ വയ്ക്കാൻ നോക്കി. ഇത് അറിയാത്ത പണിയായിരുന്നു, ഒരാവശ്യം ഉണ്ടായിരുന്നില്ല, ആവശ്യകുമാറായിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഗമ്മ് വന്നിട്ട് എൻ്റെ ഡ്രസ്സിലൊക്കെ ആയി. അങ്ങനെ ആ ഡ്രസ്സ് ആകെ ചുരുങ്ങിപ്പോയി. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി വേറൊരു ഉടുപ്പ് ഇരിക്കുന്നുണ്ടായിരുന്നു, അതുള്ളത് കൊണ്ട് ഞാൻ തൽക്കാലം അത് വെച്ച് സ്റ്റൈൽ ചെയ്തു. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്, ഇതാണ് എൻ്റെ ചേച്ചീൻ്റെ ഔട്ട്ഫിറ്റ്. പിന്നെ ഓർണമെൻറ്റ്സ് ഒക്കെ ഇതൊക്കെ തന്നെ. ഈ മാതിരി തക്കിന് തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെപ്പോലെ ഒരു സാധാരണക്കാർക്ക് പാടാനും ധരിക്കാൻ പറ്റുന്ന പാട്ടാണ് മതി. അപ്പോൾ പിന്നെ നമ്മുടെ ചടങ്ങിനൊക്കെ ശേഷം നമ്മുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഏകദേശം ഇന്നത്തെ പരിപാടി കഥമായി. അപ്പോൾ പിന്നെ ഇനി ആരും എൻഗേജ്മെൻറ്റ് ബ്ലോഗായിട്ട് ചെക്കനും പെണ്ണിനെയും കാണിച്ചില്ല, ചെക്കനും പെണ്ണും ഇതാണ്. അപ്പോൾ പരിപാടി കഥമായിട്ട് കാര്യമില്ലല്ലോ, ഇനിയിപ്പോൾ വാങ്ങിയ സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുക്കണ്ടേ. ഇതെൻ്റെ ചേച്ചീൻ്റെ വിഗ്ഗായിരുന്നു, അപ്പോൾ ഇനിയിപ്പോൾ ഇത് കൊണ്ട് തിരിച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുകയാണ്, എങ്ങനെയുണ്ട് ഗായ്സ് എൻ്റെ കേളി ഹെയർ വന്നിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഈ സാധനം നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ട്രാൻസിഷൻ്റെ ബാക്കി ഇതായിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം.